വെൽക്കം ടു അനിയാക്ക് എഡ്യൂടെക്. അപ്പോൾ നമ്മൾ എന്തായാലും SLCയിലെ മാത്സ് അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിലെ പഠിച്ചു. 2 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അതൊക്കെ 1 മാർക്കിന് 2 മാർക്കിനും 5 മാർക്കിനും ഒക്കെ ചോദിക്കാൻ പറ്റുന്ന പല പല ചോദ്യങ്ങളാണ്. നമ്മൾ ഈ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് എടുക്കുന്നതുകൊണ്ടാണ് നമ്മൾക്ക് 2 ക്വസ്റ്റ്യൻ മാത്രം ചെയ്യുന്നത്. അതിൽ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. സോ നമ്മൾ ബാക്കി ചോദ്യങ്ങൾ പഠിക്കാൻ പോവുകയാണ്. ആൾജിബ്രൈക് ഫോം ആൻഡ് അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 5n+2. ഈ ചോദ്യങ്ങളൊക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാമിന് ചോദിക്കും. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുക. നമ്മൾ പഠിപ്പിക്കുന്ന ചോദ്യങ്ങൾ അതുപോലെ പഠിക്കുക. ഓക്കെ. Algebraic form of an arithmetic sequence is 5n+2. What is its first term? അപ്പോൾ ഫസ്റ്റ് ടേം എത്രയാണെന്നാണ് ചോദ്യം. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ നോക്കിയടാ, ഈ ചോദ്യത്തില് 5n+2 എന്ന് പറയുന്നത് xn ആണ്. ആൾജിബ്രൈക് ഫോം എന്ന് പറയുന്നത് ആരാണ്? xn ആണ്. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേമിന് ഞാൻ എങ്ങനെ എഴുതും? x1 എന്ന് എഴുതും. അപ്പൊ xnല് x1 ആകണമെങ്കിൽ n-ന്റെ സ്ഥാനത്ത് ഞാൻ 1 കൊടുക്കണ്ടേ? സോ n-ന്റെ സ്ഥാനത്ത് ഞാൻ 1 കൊടുക്കണം. അപ്പൊ 5 into n-ന്റെ സ്ഥാനത്ത് എത്ര കൊടുക്കണം? 1 കൊടുക്കണം. +2. 5 into 1 5, 5 × 2 7. സോ x1 കിട്ടി അല്ലെ? ഫസ്റ്റ് ടേം കിട്ടി. ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞു. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ഇറ്റ്സ് കോമൺ ഡിഫറൻസ്? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്, സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും അല്ലെ? അപ്പൊ എനിക്ക് സെക്കൻഡ് ടേം വേണ്ടടാ. സെക്കൻഡ് ടേം വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? n-ന് 2 കൊടുക്കണം. സോ 5 into 2 + 2. 5 2 10, 10 + 2 അല്ലെ? 10 + 2 എത്ര കിട്ടും? 12 കിട്ടും. 12 കിട്ടിയാൽ എന്റെ കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? കോമൺ ഡിഫറൻസ് d is equal to x2 - x1. x2 - x1 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ടേം 12 ആണ്, ഫസ്റ്റ് ടേം 7 ആണ്. സോ കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 5 കിട്ടും. അപ്പൊ 5 ആണ് കോമൺ ഡിഫറൻസ്. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ചോദ്യം എന്താണ്? ഫൈൻഡ് ദി പൊസിഷൻ ഓഫ് 152 ഇൻ ദി സീക്വൻസ്. ഈ ഒരു സീക്വൻസിൽ 152 എന്ന് പറയുന്ന നമ്പറിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒന്നാമത്തെ ടേം നമ്മൾ പറഞ്ഞു 7 ആണ്, അടുത്ത ടേം 12 ആണ്, അടുത്ത ടേം പിന്നെ 5 കൂടി പോകും 17 ആണ്, 22 ആണ്, എക്സെട്രാ ഇങ്ങനെ എഴുതി പോയി കഴിയുമ്പോൾ 152 എന്ന് പറയുന്ന നമ്പർ എത്രാമതാണ് വരുന്നത്? ഓക്കെ അല്ലേ? വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക? xn ആണ് 152 എന്ന് എടുക്കുക. ഏതോ ഒരു nth ടേം ഉണ്ട്, ആ xn ആണ് എത്ര? 152. xn-ന്റെ ഇക്വേഷൻ എനിക്ക് ഓൾറെഡി അറിയാലോ. ദാ കിടക്കുന്ന xn-ന്റെ ഇക്വേഷൻ 5n+2. അപ്പൊ എനിക്ക് എന്ത് പറയാം? 5n+2 is equal to 152. ഇതിൽ നമുക്ക് n കണ്ടുപിടിച്ചൂടെ? നോക്കിയേ, 5n is equal to, ഈ 2-നെ ഞാൻ അപ്പുറത്ത് കൊണ്ടുപോകുന്നു. ഓൾറെഡി ഇവിടെ 152 ഉണ്ട്, +2 അപ്പുറത്ത് പോകുമ്പോൾ എന്താകും? -2 ആകും. ദാറ്റ് ഈസ് 5n is equal to 150 എന്ന് വരും അല്ലെ? അപ്പൊ n equal to എന്ത് വരും? ഓൾറെഡി ഇവിടെ 150 ഉണ്ട്. ഇനി ഇവിടെ 5 എന്ത് ചെയ്തേക്കുക? 5n എന്ന് പറഞ്ഞാൽ 5 into n ആണ്. അപ്പൊ ഇവിടെ ഇൻറ്റു ചെയ്തേക്കുന്ന 5 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ 5 ആവും അല്ലെ? അപ്പൊ 150/5 എത്ര? 30. സോ n എന്ന് പറയുന്നത് 30 ആണ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ഏത് പൊസിഷനിലാണ് 152 വരുന്നത്? 152 വരുന്നത് 30ാമത്തെ നമ്പർ എന്നാണ് അർത്ഥം കേട്ടോ. 30th ടേം ആണ് ആര്? 30th ടേം ആണ് 152 എന്നാണ് അതിന്റെ അർത്ഥം. എളുപ്പമല്ലേ? അപ്പൊ നമുക്ക് ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ തന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ആൾജിബ്രൈക് ഫോം തന്നാൽ നമ്മൾ എന്ത് ചെയ്യും? xn എന്ന് അതിന് കൊടുക്കും അല്ലെ? xn എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് x1 കണ്ടുപിടിക്കാം, x2 കണ്ടുപിടിക്കാം, ആ സീക്വൻസ് മൊത്തം എഴുതാം. ആ സീക്വൻസിൽ ഏതെങ്കിലും ഒരു നമ്പർ തന്നാൽ ആ നമ്പർ എത്രാമത്തെ ടേം ആണെന്നും പറയാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഒരു വലിയ ചോദ്യമാണ് കേട്ടോ. ഒരു വലിയ ചോദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക, ഇത് ഒരു ക്വസ്റ്റ്യൻ ഒന്നും അല്ല, നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ കിട്ടും. ഓക്കെ, ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തേക്കുന്നത്. അല്ലാതെ ഒരു ചോദ്യം ഒരു ഉത്തരം എന്നുള്ള രീതിയിലല്ല. ഓരോ സബ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ നിങ്ങൾക്ക് അത്രയും മാർക്ക് കൂടുതൽ കിട്ടും കേട്ടോ. അപ്പൊ കൺസിഡർ ദി അരിത്തമെറ്റിക് സീക്വൻസ് 5 9 13 എക്സെട്രാ. 5 9 13 എക്സെട്രാ ആണെങ്കിൽ ആദ്യത്തെ ചോദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. എല്ലാവരും എഴുതും അല്ലെ? കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? ദാ കോമൺ ഡിഫറൻസ് d is equal to, രണ്ടാമത്തെ ടേമിൽ ഒന്നാമത്തെ ടേം കുറച്ചാ പോരെ? അപ്പൊ 9 - 5. 9 5 കുറച്ചാ എത്ര? 9 - 5 4. സോ പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? റൈറ്റ് ദി ആൾജിബ്രൈക് ഫോം ഓഫ് ദി സീക്വൻസ്. ഓക്കെ, എങ്ങനെയാണ് ആൾജിബ്രൈക് ഫോം എഴുതുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? xn-ന്റെ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? x1 + n - 1 into d. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പറഞ്ഞതാണ് അല്ലെ? അപ്പൊ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ വീഡിയോ ഒന്ന് കാണണം കേട്ടോ. അപ്പൊ ഈ വീഡിയോ ഇതുവരെ ലൈക്ക് അടിക്കാത്തവര് ഉറപ്പായിട്ട് ലൈക്ക് അടിക്കുക. പിന്നെ ഈ വീഡിയോയിലെ ക്ലാസ് ഒക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഒരു കമന്റ് കൂടി ചെയ്തേക്കാം കേട്ടോ. സോ x1 + n - 1 into d ആണ് നമ്മുടെ ഇക്വേഷൻ. നമ്മുടെ x1 ആരാണ്? ഫസ്റ്റ് ടേം 5 ആണ് അല്ലെ? 5 പ്ലസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, nth ടേം അല്ലെങ്കിൽ ആൾജിബ്രൈക് ഫോം കണ്ടുപിടിക്കുമ്പോൾ n-ന് വില കൊടുക്കണ്ട. കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്. കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചു 4 ആണ്. ഇനി എന്ത് ചെയ്യും? നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ചെയ്തതല്ലേ ഇത്? 5 + 4-നെ അകത്തോട്ട് ഗുണിക്കും. 4 into n എത്ര? 4n. ഇനി 4-നെ 1 കൊണ്ട് ഗുണിക്കും. -1 into 4 4.
ദാറ്റ് ഈസ് 4n ആദ്യം എഴുതി, 5 4 കുറച്ച എത്ര, 5 4 കുറച്ച 1. സോ 4n + 1 ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നെക്സ്റ്റ് ചോദ്യം, ഫൈൻഡ് ദി പൊസിഷൻ ഓഫ് 25 ഇൻ ദി സീക്വൻസ്. ഓക്കെ, 25 എന്ന് പറയുന്ന നമ്പറിന്റെ പൊസിഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പരിപാടി നിങ്ങൾ ആലോചിച്ച് നോക്ക്. xn = 25. നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ. xn = 25 ആണെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? 4n + 1 അല്ലേ xn. 4n + 1 = 25. അപ്പൊ 4n = 25 - 1 = 24 അല്ലെ? അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? n = ഈ 4 അപ്പുറത്ത് പോകുമ്പോ /4 ആവും. 24/4 = 6. സോ പൊസിഷൻ എത്രയാണ്? പൊസിഷൻ എന്ന് പറഞ്ഞാൽ 6th ആണ് അല്ലെ? പൊസിഷൻ എന്ന് പറഞ്ഞാൽ 6th ടേം ആണ് ആരെന്ന് പറയുന്നത്? 25 എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരേ ചോദ്യം തന്നെ ഞാൻ അപ്പുറം ഇപ്പുറം ഇട്ടേക്കുന്നു. പൊസിഷൻ എന്ന് പറയുന്ന ചോദ്യം 2 തവണ ഇട്ടേക്കുന്നു. ചുമ്മാ ഇട്ടതൊന്നുമല്ല, അതൊക്കെ അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് വീണ്ടും വീണ്ടും കേട്ട് നിങ്ങളുടെ മനസ്സിൽ പതിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദി റിമൈൻഡർ ഗോട്ട് വെൻ ഈച്ച് ടേം ഓഫ് ദി സീക്വൻസ് ഈസ് ഡിവൈഡഡ് ബൈ ദി കോമൺ ഡിഫറൻസ്? കഴിഞ്ഞ ക്ലാസ് കണ്ടവർ ഇപ്പോൾ ഒറ്റയടിക്ക് ഉത്തരം പറയും. എന്താ ചോദ്യം? കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര? കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര? ഒന്നുകിൽ നിങ്ങൾക്ക് ഏത് നമ്പറിനെയും ഈ പറയുന്ന കോമൺ ഡിഫറൻസ് ആയ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള വഴി ഞാൻ പറഞ്ഞു, നമ്മുടെ ആ ഒരു ആൽജിബ്രൈക് എക്സ്പ്രഷനിൽ വെറുതെ കിടക്കുന്ന നമ്പർ ആരാണോ അയാളാണ് നമ്മുടെ റിമൈൻഡർ അല്ലെ? അപ്പൊ ഒറ്റയടിക്ക് പറയാം, റിമൈൻഡർ എത്രയാണ്? 1 ആണ്. കറക്റ്റ് അല്ലേ? ഇനി ഈ എന്താണ്? ചെക്ക് വെദർ 81 ഈസ് എ ടേം ഓഫ് ദി സീക്വൻസ്. ചെക്ക് വെദർ 81 ഈസ് എ ടേം ഓഫ് ദി സീക്വൻസ്. വളരെ എളുപ്പമാണ്. നിങ്ങൾ നോക്കിയേ, ഏതൊരു ടേമിനെയും, ഈ സീക്വൻസിലെ ഏതൊരു ടേമിനെയും കോമൺ ഡിഫറൻസ് ആയ d കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ 81 ടേം ആകണമെങ്കിൽ നിങ്ങൾ 81നെ d കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. റിമൈൻഡർ 1 വന്നാൽ ടേം വരും, 1 വന്നില്ലെങ്കിൽ എന്താവത്തില്ല? ടേം ആവത്തില്ല. സംഭവം ഓക്കെ ആണോ? ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഏത് ടേമിനെയും കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 കിട്ടുമെന്നാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞേക്കുന്നത്. അപ്പൊ ഒരു നമ്പർ തന്നിട്ട് ആ നമ്പർ ടേം ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. സോ 81 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് 4 അല്ലേ? നോക്കിയേ, കോമൺ ഡിഫറൻസ് എത്രയായിരുന്നു? 4 ആയിരുന്നു. അപ്പൊ 81 ഡിവൈഡഡ് ബൈ 4. സൈഡിൽ പോയി മാറ്റി ഒന്ന് ഡിവൈഡ് ചെയ്യണ്ട, ഇവിടെ തന്നെ ഡിവൈഡ് ചെയ്താൽ മതി, കാരണം ആൻസറിൽ വേണം അത്. ഓക്കെ, 81 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 4 8 0. ഇനി 1 താത്തറക്കി 1ൽ 4 ഇല്ല, അതുകൊണ്ട് ഒരു 0 കൊടുക്കും. ഇവിടെ ചിലരൊക്കെ 2 മാത്രം എഴുതും കേട്ടോ. ഇതാണ് കറക്റ്റ്. 20 × 4 ആണ് 80 ആവുന്നത് അല്ലെ? അപ്പൊ റിമൈൻഡർ എത്ര? ഇനി 0 4 0 ആണ്, കുറയ്ക്കുമ്പോൾ 1. സോ റിമൈൻഡർ എത്ര? 1. സോ 1 റിമൈൻഡർ കിട്ടി അല്ലെ? നമുക്ക് കിട്ടേണ്ടത് റിമൈൻഡർ ആണ്. 1 റിമൈൻഡർ കിട്ടി. നമുക്ക് എന്ത് പറയാം? when 81 is divided by കോമൺ ഡിഫറൻസ് d = 4 അല്ലെ? d എന്ന് പറയുന്ന നമ്പർ കൊണ്ട് 81 ഡിവൈഡ് ചെയ്തപ്പോ we get the remainder as എത്രയാണ് റിമൈൻഡർ കിട്ടിയത്? റിമൈൻഡർ 1 ആണ് കിട്ടിയത്. സോ 81 ടേം ആണോ? അല്ലെ? 81 ടേം ആണ്. കാരണം ഈ സീക്വൻസിലെ ആരെ നമ്മൾ ഡിവൈഡ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? അത് റിമൈൻഡർ 1 ആയിട്ട് കിട്ടും. സോ 81 ഈസ് എ ടേം ഓഫ് ദിസ് സീക്വൻസ് അല്ലെ? 81 ഈസ് എ ടേം ഓഫ് ദിസ് സീക്വൻസ്. ഓക്കെ അല്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമ്മൾ നോക്കിയേ, ഈ വരെയാണ് ചെയ്തത്. പ്രൂവ് ദാറ്റ് ദി സ്ക്വയേഴ്സ് ഓഫ് ഓൾ ദി ടേംസ് ഓഫ് ദി സീക്വൻസ് ബിലോങ് ടു ഇറ്റ് അല്ലെ? ഇത് വളരെ നല്ല ചോദ്യമാണ് കേട്ടോ. ഇത് വളരെ നല്ല ചോദ്യമാണ്, പെട്ടെന്നൊന്നും കിട്ടത്തില്ല. ഓക്കെ, ചോദ്യം എന്താണ്? ഈ തന്നിരിക്കുന്ന ടേമുകളുടെ എല്ലാം സ്ക്വയറും ഈ സീക്വൻസിൽ തന്നെ വരും എന്ന് തെളിയിക്കുക. അപ്പൊ നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന എല്ലാ ടേമിന്റെയും സ്ക്വയർ നിങ്ങൾക്കറിയാം. എല്ലാ ടേമിന്റെയും ഒരു ആൽജിബ്രൈക് എക്സ്പ്രഷൻ എന്താണ്? 4n + 1 ആണ്. ഓക്കെ, അപ്പൊ ഏതൊരു ടേമിന്റെയും സ്ക്വയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? 4n + 1ന്റെ സ്ക്വയർ എടുക്കണം. അപ്പൊ എല്ലാ ടേമും 4n + 1 ഫോമിലാണ് കിടക്കുന്നത്. അപ്പൊ 4n + 1ന്റെ സ്ക്വയർ എടുക്കണം. നിങ്ങൾ a + b ഹോൾ സ്ക്വയർ പഠിച്ചിട്ടില്ലേ? എന്താണ് a + b ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ? a + b ഹോൾ സ്ക്വയർ = a² + 2ab + b². a² + 2ab + b². അപ്പൊ 4n + 1 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഈ 4n ഞാൻ a എന്നും 1 ഞാൻ b എന്നും വിളിക്കുന്നു. അപ്പൊ a² എന്ന് പറയുമ്പോൾ 4nന്റെ സ്ക്വയർ പ്ലസ് 2ab 2 × 4n × 1 അല്ലെ? 2 × 4n × 1 പ്ലസ് b², അതായത് 1². അപ്പോൾ ബാക്കി ചോദ്യങ്ങൾ നമുക്ക് ഉറപ്പായിട്ടും അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്സിലെ എല്ലാ ചോദ്യങ്ങളും നമ്മൾ പക്കായിട്ട് പഠിക്കും. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് അനിയ KTU. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് 4 കോമൺ എടുക്കാം. 4 കോമൺ എടുക്കുമ്പോൾ 4 × 16n², അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4n² എന്ന് വരും.
പ്ലസ് 8 4 ഡിവൈഡ് ചെയ്താൽ 2 വരും അല്ലേ? അപ്പൊ 2n + 1. എനിക്കിപ്പോ എന്താ വന്നത്? ഈസ് ഈക്വൽ ടു ഞാനിപ്പോ 4k + 1 എന്ന് വിളിക്കുന്നു. വെയർ 4n² + 2n ഈസ് ഈക്വൽ ടു k. ഒന്നും ഞാൻ ചെയ്തില്ല. അതായത് ഇത് കണ്ടോ, വലിയ ആള് 4n² + 2n എന്ന് കിടക്കുന്നു. അതിന് പകരം ഞാനൊരു ചുമ്മാ ഒരു അക്ഷരം കൊടുത്തു k, 4k + 1. നിങ്ങൾ നോക്കിയേ, എന്റെ അരിത്തമെറ്റിക് സീക്വൻസ് എല്ലാം 4n + 1ന്റെ ഫോമിലാണ്. ഓക്കെ, ഞാൻ അതിന്റെ സ്ക്വയർ എടുത്തപ്പോൾ അതും ഏത് ഫോമിൽ കിട്ടി? 4k + 1 എന്ന് പറയുന്ന ഫോമിൽ കിട്ടി. കെയും എന്നും ഒക്കെ ഓരോ ഇന്റിജർ അല്ലേ? അപ്പൊ ഇത് അതിന്റെ അതേ ഫോമിലായതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സ്ക്വയേഴ്സ് ആർ ഓൾസോ all squares are the terms of the sequence. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നിങ്ങൾ സ്ക്വയർ കണ്ടുപിടിച്ച് നോക്കുക. അത് സം 4 into some number plus 1 ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സീക്വൻസ് ആണെന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ അടുത്ത ഒരു ചോദ്യം കൂടി നമുക്ക് നോക്കാം. Fill up the empty cells of the given square such that the numbers in each row, each column and both diagonals form arithmetic sequence. ഇത് നമ്മുടെ ടെക്സ്റ്റിലുള്ള ചോദ്യമാണ്. അതായത് ഇവിടെ ഞാനൊരു നമ്പർ എഴുതും, അപ്പൊ ഇത് മൂന്നും ഒരു arithmetic sequence ആവും. ഇവിടെ ഞാനൊരു നമ്പർ എഴുതും, അതൊരു arithmetic sequence ആവും. അങ്ങനെ എങ്ങനെ നോക്കിയാലും arithmetic sequence ആകുന്ന രീതിയിൽ ഒരു സ്ക്വയർ ഫിൽ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഓരോന്നായിട്ട് എഴുതി ചെയ്യാം. നോക്കിയാൽ ആദ്യത്തെ arithmetic sequenceലെ ഫസ്റ്റ് ടേം 4ഉം തേർഡ് ടേം 16ഉം ആണ്. അപ്പൊ ഞാൻ എഴുതി x1 = 4, x3 = 16. അപ്പൊ നിങ്ങൾ ഓൾറെഡി ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഞാൻ ഇവിടെ എഴുതുവാണേ. d = xm - xn ഡിവൈഡഡ് ബൈ m - n ആണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അപ്പൊ അത് ഉപയോഗിച്ച് ഞാൻ ചെയ്യാൻ പോവുക. d = എന്ത് വരും? x3 - x1 ഡിവൈഡഡ് ബൈ 3 - 1 എന്ന് വരുമല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു x3 16 ആണ്, x1 4 ആണ്. 16 - 4 ഡിവൈഡഡ് ബൈ 3 1 കുറച്ചാൽ എത്ര? 2. ദാറ്റ് ഈസ് 16 4 കുറച്ചാൽ 12, 12/2 എത്ര കിട്ടും? 6 കിട്ടും അല്ലെ? അപ്പൊ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 6 ആണ്. ഞാൻ എത്ര കൂട്ടിയാൽ മതി? 4ന്റെ കൂടെ 6 കൂട്ടുക 10, 10ന്റെ കൂടെ 6 കൂട്ടിയാൽ 16. ശരിയാണ് അല്ലെ? ഇനി അടുത്ത ഞാൻ ഈ ഒരു സീക്വൻസ് എടുക്കും. x1 = 4, x3 = 14. വീണ്ടും ഞാൻ നേരത്തെ പരിപാടി അല്ലെ? അപ്പോ എന്റെ കോമൺ ഡിഫറൻസ് d എന്ന് പറയുന്നത് d = x3 - x1, x3 - x1 by 3 - 1 ആണ്. ദാറ്റ് ഈസ് x3 14 ആണ്. 14 - 4 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. കറക്റ്റ് അല്ലേ? ഇനി 14 ന്ന് 4 കുറച്ചാൽ 10, 10/2 എത്ര? 5. സോ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 5 ആണ് അല്ലെ? അപ്പൊ 5 4 9, 9 5 14. ഇനി ഈ ഒരു സീക്വൻസ് നോക്കുക, 14 16. ഇതും അരിത്തമെറ്റിക് സീക്വൻസിലാണെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ടേം 16 വേണമെങ്കിലും എടുക്കാം, ഫസ്റ്റ് ടേം 14 വേണമെങ്കിലും എടുക്കാം. അപ്പൊ ഞാൻ 14 എടുക്കാൻ പോണത്. x1 = 14, തേർഡ് ടേം x3 = 16. വീണ്ടും എന്റെ ഇക്വേഷൻ എന്താണ്? d = ഈ ഇക്വേഷൻ ഒന്നുകൂടി ഇവിടെ എടുത്ത് എഴുതണം. ഓക്കെ, ഞാൻ ഡയറക്റ്റ് അങ്ങോട്ട് ചെയ്യാൻ പോവാണ്. x3 എന്ന് പറയുന്നത് 16 ആണ്, മൈനസ് x1 എന്ന് പറയുന്നത് 14 ആണ്, ഡിവൈഡഡ് ബൈ 3 - 1. എളുപ്പമല്ലേ? വല്ല പാടുണ്ടോ? കുറച്ചങ്ങ് ചെയ്ത് പോവാന്നല്ലേ ഉള്ളൂ. 16 ന്ന് 14 കുറച്ചാൽ എത്ര? 2 കിട്ടും അല്ലെ? അപ്പൊ 2 ഡിവൈഡഡ് ബൈ 2, 2/2 എത്ര? 1 കിട്ടും. അപ്പോഴേ നമ്മുടെ ആൻസർ തീർന്നു. ഇനി ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ ഒന്നല്ല, കോമൺ ഡിഫറൻസ് ആണ് 1. ഇപ്പൊ 14 1 15 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? 14 2 15, 14 1 15, 15 1 16. ഇനി ഇവിടെ അരിത്തമെറ്റിക് സീക്വൻസ് ആവണമെങ്കിൽ 10 5 15, 15 എത്ര കൂട്ടണം? 20 കൂട്ടണം. അടുത്ത 9 15, 9 6 കൂട്ടിയാൽ 15, 15 6 കൂട്ടിയാൽ 21. 14ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 20 കിട്ടും? 6 കൂട്ടുമ്പോൾ 20 കിട്ടും അല്ലെ? അപ്പോ ആ 20ന്റെ കൂടെ 6 കൂട്ടിയാൽ 26 കിട്ടും. എന്തെങ്കിലും പാടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒക്കെ നല്ല ഇമ്പോർട്ടന്റ് ആണ്. ടെക്സ്റ്റിൽ ഉള്ള ചോദ്യമാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒക്കെ നല്ല ഇമ്പോർട്ടന്റ് ആണ്. ഉറപ്പായിട്ടും ചെയ്തു പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് അനിയാക്ക് എഡ്യൂടെക്.